ബഹുമാന്യ സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വത്തിലെ ചില അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇന്നീ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും 37-ൽ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിയുണ്ട്. 6 വർഷക്കാലത്തെ ഇസ്ലാമിക ജീവിതം തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാമനുഷ്യന്റെ മരണസന്ദർഭത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഇഹ്തസ്സ അർശുർ റഹ്മാൻ, പരമകാരുണ്യവാന്റെ അർശ് ഈ വ്യക്തിയുടെ മരണത്താൽ ചലിച്ചിരിക്കുന്നു, പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ഭൂമിയിൽ ഒരു വ്യക്തി മരണപ്പെട്ടതിൻ്റെ പേരിൽ 7 ആകാശങ്ങൾക്കും അപ്പുറമുള്ള പ്രപഞ്ചത്തേക്കാൾ കുർസിയിനേക്കാൾ അപാരമായ വിശാലതയുള്ള അള്ളാഹുവിൻ്റെ അർശ് അത് വിറച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ മനുഷ്യന് ഇത്രമാത്രം മഹത്വമുണ്ടാകാൻ കാരണം? 6 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതത്തിൽ എന്തൊരു പ്രവർത്തനമാണ് ഈ ലോകത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. ഒരു പുരുഷായുഷ്കാലം മുഴുവൻ പ്രവർത്തിച്ചാൽ പോലും ലഭിക്കാത്തത്ര മഹത്തായ ഏതൊരു സേവനമായിരുന്നു ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് മഹത്തായ മാതൃകയുള്ള ആ മഹാമനുഷ്യന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് നാം പഠനത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മദീനയിൽ അറിയപ്പെടുന്ന ചില ഗോത്രങ്ങളും ആ ഗോത്രങ്ങൾക്കിടയിൽ സ്വാധീനവും അംഗീകാരവുമുള്ള ചില മഹാവ്യക്തിത്വങ്ങളും ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് കഥാപുരുഷൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മദീനയിൽ എത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള കുടിയേറ്റക്കാരായി താമസിക്കുന്ന യഹൂദ ഗോത്രക്കാരെ എല്ലാം വിളിച്ചിരുന്നു. എല്ലാവരും ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറ് ആധുനിക ലോകത്ത് ഇന്നും ആവർത്തിക്കപ്പെടുന്ന കരാറാണ്. മദീനയിലെ പൗരന്മാരായി അവരെ അംഗീകരിച്ചു. മുസ്ലിങ്ങളോടൊപ്പം അവർക്ക് രാജ്യത്തെ പൗരന്മാരെന്ന നിലയ്ക്ക് അവകാശങ്ങളുമുണ്ട്, കടപ്പാടുകളുമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത്, മുസ്ലിം രാജ്യം എന്ന നിലയ്ക്ക് മദീനയെ ആരെങ്കിലും പുറത്തുനിന്ന് ആക്രമിച്ചാൽ മുസ്ലിങ്ങളോടൊപ്പം അവർ നിൽക്കണം, ആവശ്യമായ സഹായങ്ങളൊക്കെ അവർ ചെയ്യണം. യഹൂദന്മാരെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ അവരെ സഹായിക്കണം. അങ്ങനെയാണ് കരാർ വ്യവസ്ഥയുള്ളത്. അങ്ങനെ അവകാശങ്ങൾ അവർക്കുണ്ട്, ബാധ്യതകളുണ്ട്, പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുമെന്ന കരാറ് അവരെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഔസ് ഗോത്രവുമായി അഭേദ്യ ബന്ധം നേരത്തെ ഉണ്ടായിരുന്ന ഗോത്രമാണ് ബനൂ ഖുറൈള വിഭാഗം. ആ ബനൂ ഖുറൈള ഗോത്രക്കാർ നിർണായകമായ ഈ സന്ദർഭത്തിൽ കരാർ ലംഘിച്ചു. ഈ വാർത്തയാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും വാർത്ത പുറത്തുവിട്ടില്ല. കാരണം മാനസികമായി അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. അതിർത്തിയിൽ ശത്രുക്കളെ കടന്നു വരാതിരിക്കുവാൻ വേണ്ടി രാപ്പകലില്ലാതെ കാവൽ നിൽക്കുന്ന ഒരു സന്ദർഭം. ഈ സന്ദർഭത്തിലാണ് വാർത്ത വരുന്നത്. ബനൂ ഖുറൈള ഗോത്രക്കാർ മദീനയുടെ പിൻഭാഗത്ത് താമസിക്കുന്നവരാണ്. അവർ മുസ്ലിങ്ങളുമായുള്ള കരാർ ലംഘിക്കുകയും ശത്രുക്കൾക്ക് ആവശ്യമായ ഭക്ഷണവും ആയുധങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിവരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്നത് എന്താണ്? മദീനയുടെ പിന്നിൽ നിന്ന് യഹൂദന്മാർ യുദ്ധം നടത്തുകയാണ്. അതാണ് ഖുറൈശികളും അവരും തമ്മിലുള്ള തീരുമാനം. അങ്ങനെ പിന്നിൽ നിന്ന് യുദ്ധം ആരംഭിച്ചാൽ
സ്വന്തം വീട്, ഭാര്യയെ, കുട്ടികളെയും മാതാപിതാക്കളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ കിടങ്ങിന്റെ പരിസരത്തു നിന്ന് വീടുകളിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയത്ത് യുദ്ധം ആരംഭിക്കുകയും ഭൂപടത്തിൽ നിന്ന് ഇസ്ലാം എന്നത് ഉന്മൂലനാശം വരുത്തുകയും ചെയ്യുക, ഈ ഒരു പദ്ധതിയാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കൊലച്ചതിയെ സംബന്ധിച്ച് എന്താണ് വസ്തുത എന്നറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, മറ്റൊരു സഅദാണ്, മദീനയിലെ മറ്റൊരു നേതാവാണ്, മറ്റൊരു ഗോത്രത്തിന്റെ, ഈ രണ്ടാളുകളെയും പറഞ്ഞു വിട്ടു. യഹൂദ സമൂഹത്തിന്റെ നേതാവിനെ ചെന്ന് കണ്ടവർ അവർ ചോദിച്ചപ്പോൾ യഹൂദ സമൂഹത്തിന്റെ പ്രഖ്യാപനം, ലൈസ ബൈനനാ വബൈന മുഹമ്മദിൻ അഹദുൻ വലാ അഖദുൻ, ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഒരു കരാറുമില്ല, ഒരു ഉടമ്പടിയുമില്ല, എല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇവർ ചെന്ന സമയത്ത് യഹൂദന്മാർ ആയുധങ്ങളെല്ലാം മിനുക്കുകയും ശേഖരിക്കുകയും യുദ്ധം നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അത് കണ്ടിട്ടാണ് അവർ തിരിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിരുന്നു, നാം കേട്ട വിവരം ശരിയാണെങ്കിൽ നിങ്ങളത് പരസ്യമാക്കരുത്, എന്നോട് വന്ന് പറയണം. അല്ല, നാം കേട്ടതിന് വിപരീതമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് സ്വകാര്യമായി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവർ കോട്ടകളെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആയുധങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, ഏത് നിമിഷവും യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട്, എല്ലാ കരാറുകളും അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന്, ഞങ്ങൾക്കിനി മുഹമ്മദിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ള പ്രഖ്യാപനവും അവർ നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ സന്ദർഭത്തെ പരിചയപ്പെടുത്തിയത്, നിങ്ങൾക്ക് താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും രണ്ട് ഭാഗങ്ങളിലൂടെയും സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു. ഇത് സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതളുന്നൂന ബില്ലാഹി ദുനൂന, കണ്ണുകൾ അന്താളിച്ചു പോയി, ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തിപ്പോയിരിക്കുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് മുസ്ലിങ്ങൾ ഉള്ളത്. ഈ വാർത്ത കേട്ടതോടുകൂടെ എന്ത് ചെയ്യണം? ഈ 10,000 വരുന്ന സൈന്യത്തെ തടഞ്ഞുകൊണ്ട് ഏകദേശം 20 ദിവസം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം ഈ കാവൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ശത്രുവിന് ഭക്ഷ്യക്ഷാമം വരാം. അതെല്ലാം ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ബനൂ ഖുറൈള ഗോത്രക്കാർ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആവശ്യമുള്ള ആയുധങ്ങളും അവർ നൽകുന്നു. ഇനി അവരവിടുന്ന് യുദ്ധവും കൂടി ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചുപോയി വീട് സംരക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? പ്രയാസപ്പെട്ടു പോയൊരു സന്ദർഭമാണത്. അതുകൊണ്ടാണ് ഖുർആൻ ആ ശൈലി തന്നെ ഉപയോഗിച്ചത്. കണ്ണുകൾ അന്താളിച്ചു പോവുകയും ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് എത്തിപ്പോവുകയും ചെയ്ത സന്ദർഭമായിരുന്നു അത് എന്ന്. ഈ ഭയാനകമായ സാഹചര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പടച്ചവനിലേക്ക് കൈയുയർത്തുകയാണ് പരിഹാരമുള്ളത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പരിഹാരമുള്ളത്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇപ്പോഴുള്ള പോരാട്ടം നടക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അള്ളാഹുവേ നിന്റെ സഹായം, അള്ളാഹുവേ നിന്റെ സഹായം ആവർത്തിച്ചുകൊണ്ടവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനയുടെ ഫലം പടച്ചതമ്പുരാൻ നൽകിയത് വജുനൂദൻ ലം തറൗഹ, അതിശക്തമായ കാറ്റടിച്ചു വീശി നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെ അള്ളാഹു നിയോഗിച്ചു. അങ്ങനെ ശത്രുവിന്റെ താവളമെല്ലാം കാറ്റിന്റെ ശക്തിയിൽ അതിശൈത്യമുള്ള ആ രാത്രികളിൽ അടിച്ച് തകർത്തുകൊണ്ടിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിർവാഹമില്ലാതെ വന്നപ്പോൾ അന്ന് ശത്രുപക്ഷത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന അബൂ സുഫിയാൻ രാത്രി പ്രഖ്യാപിച്ചു, നമുക്ക് ഇതുവരെയും
ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭക്ഷണമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ശൈത്യം അതിശക്തമാണ്. ഈ കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. നമ്മൾ പുറപ്പെടുകയാണെന്ന് പറയുകയും അവർ മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നൽകിയ നിർദ്ദേശം ബനൂ ഖുറൈദയിലേക്ക് പുറപ്പെടണമെന്നായിരുന്നു. കാരണം ഇത്തരമൊരു നിർണായകമായ സന്ദർഭത്തിൽ മുസ്ലിങ്ങളോടൊപ്പം ആയുധമെടുത്ത് പോരാട്ടം നടത്തേണ്ടിയിരുന്ന ബനൂ ഖുറൈദ ശത്രുക്കൾക്ക് വേണ്ടി ആയുധവും ആളും ഭക്ഷ്യപദാർത്ഥങ്ങളും നൽകി അവരെ സഹായിച്ചു. മാത്രമല്ല, മുസ്ലിങ്ങളുമായി ഒരു കരാറും ഞങ്ങൾക്കില്ലെന്ന് തീർച്ചയായും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏത് നിമിഷവും യുദ്ധം നടക്കുമെന്ന സാഹചര്യമായി ചെറുതായിട്ട് അവരൊരു യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുകയും ചെയ്തു. ബനൂ ഖുറൈദ അവരെ കോട്ടയിൽ അഭയം തേടുകയും ശക്തമായ രീതിയിൽ മുസ്ലിങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സന്ധിക്കോ അല്ലെങ്കിൽ കരാറ് പുതുക്കാനോ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളുമായി ഒരു സന്ധിയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നായിരുന്നു ബനൂ ഖുറൈദ നേതാവിന്റെ പ്രഖ്യാപനം. മുസ്ലിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. ശക്തമായ ഉപരോധം തുടർന്നു ദിവസങ്ങളായി. അവസാനം ബനൂ ഖുറൈദ ഗോത്രക്കാര് പറഞ്ഞു, ആ യഹൂദ സമൂഹം പറഞ്ഞു, ഞങ്ങൾ ആയുധം വെച്ചുകൊണ്ട് കീഴടങ്ങാൻ തയ്യാറാണ്, ഏത് കാര്യത്തിനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല. മറ്റേതെങ്കിലും വ്യക്തികൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾക്കൊരു നേതാവ് നിങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കും, അദ്ദേഹത്തിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ പറയാം. അങ്ങനെ അവർ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞു. കാരണം ജാഹിലിയത്തിലെ ഇസ്ലാമിന്റെ മുമ്പേ പരസ്പരം സഖ്യമുള്ള ഗോത്ര വിഭാഗങ്ങളാണവർ. ബനു അബ്ദുൽ അശ്വൽ ഗോത്രത്തിന്റെ ഔസ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട നേതാവുമാണ്. ഈ സന്ദർഭത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖന്തക്കിന്റെ കിടങ്ങ് ഒഴിച്ച് അതിർത്തിയിൽ കാവൽ നിന്ന സമയത്ത് ഇബ്നു അറഫ എന്ന് പറയുന്ന ശത്രുവിന്റെ അമ്പേറ് കൊണ്ട് ജീവനാഡിക്ക് മുറിവേറ്റ് തീർത്തും അവശനായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആ അസ്ത്രം കൊണ്ട് രക്തം വാർന്നൊഴുകി. പരമാവധി രക്തം ഒഴുകാതിരിക്കുവാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് എങ്കിലും അദ്ദേഹം തീർത്തും തളർന്നുപോയിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുവേ, നീ എന്നെ അവശേഷിപ്പിക്കുന്നുവെങ്കിൽ, എന്നെ അവശേഷിപ്പിക്കുന്നതുകൊണ്ട് ഈ ശത്രു ജനവിഭാഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഖുറൈശികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടി എന്നെ നീ അവശേഷിപ്പിക്കണമേ. എന്നെ നീ മരിപ്പിക്കുന്നുവെങ്കിൽ ഷഹീദായിക്കൊണ്ട് രക്തസാക്ഷിയായി മരിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് പ്രദാനം ചെയ്യണേ. വഞ്ചകരായ ബനൂ ഖുറൈദയുടെ കാര്യത്തിൽ എനിക്കൊരു സന്തോഷം നൽകുന്ന തീരുമാനമുണ്ടാക്കുന്നവരെയും നീ എന്നെ അവശേഷിപ്പിക്കണേ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവൻ അവശേഷിപ്പിച്ചു. മുറിവിൽ നിന്നുള്ള രക്തമൊഴുക്ക് നിന്നു. അദ്ദേഹത്തെ പരിചരിക്കുവാൻ വേണ്ടി മദീന പള്ളിയിൽ തന്നെ ഒരു ഖൈമയുണ്ടാക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ പരിചരണത്തിന് ഏർപ്പാടും ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശുപത്രിയായിരുന്നു അത്. റുഫൈദ എന്ന സഹാബി വനിതക്കായിരുന്നു അതിന്റെ ചാർജ് പ്രവാചകൻ ഏൽപ്പിച്ചിരുന്നത്. ഉത്തരവാദിത്വം അവർക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ സഅദ് റളിയല്ലാഹുവിനെ സന്ദർശിക്കും, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കും. ഇങ്ങനെ തീർത്തും അവശനായി ഏതു സമയത്തും മരണം വന്നേക്കാമെന്ന് കാത്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് ബനൂ ഖുറൈദ ഗോത്രക്കാരുടെ പ്രഖ്യാപനമുണ്ടായത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു കഴുതയുടെ മുകളിൽ ഇരുന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ സദസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹം കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ സയ്യിദിക്കും, നേതാവിലേക്ക് നിങ്ങൾ ചെല്ലുക. അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറഞ്ഞു, ഇതാ ബനൂ ഖുറൈദ നേതാക്കന്മാരാണിവർ, താങ്കളെടുക്കുന്ന തീരുമാനം ഇവർ അംഗീകരിക്കാമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെയുള്ളവരെ ഞാൻ എടുക്കുന്ന തീരുമാനം നിങ്ങൾ അംഗീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ എന്ന് പറഞ്ഞു. ബനൂ ഖുറൈദയിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ബനൂ ഖുറൈദ, ഞാൻ എടുക്കുന്ന തീരുമാനം നിങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കും. തീരുമാനമെടുത്തതിന് ശേഷം ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചത് എന്ന് പിന്നീട് നിങ്ങൾ വർത്തമാനം പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം ഉറച്ചതായിരിക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ കുറവുമില്ല, താങ്കൾ ഞങ്ങൾക്ക് കൊല്ലങ്ങളായി വർഷങ്ങളായി പരിചയമുള്ള വ്യക്തിയാണ്, താങ്കൾ എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ രണ്ട് വിഭാഗത്തോടും അദ്ദേഹം ചോദിച്ചു. രണ്ട് വിഭാഗവും തീരുമാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, തീരുമാനം പ്രഖ്യാപിച്ചു, യോദ്ധാക്കളായ ആളുകളെയെല്ലാം വധിക്കണമെന്നായിരുന്നു. ബനൂ ഖുറൈദ ഗോത്രത്തിലെ ആയുധം ധരിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടവരാണല്ലോ, യോദ്ധാക്കളെയെല്ലാം വധിക്കണം എന്ന് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട വിധിയാണ് താങ്കളുടെ വിധി എന്നായിരുന്നു. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിന്ന് വീണ്ടും രക്തം ഒഴുകി തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ്. മരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായി പ്രവാചകനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് സലാം എന്ന് പറഞ്ഞിട്ട് താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാനിതാ ഒന്നുകൂടി സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഹനി അല്ലക അബാ അംർ, അബൂ അംറേ, താങ്കൾക്ക് മംഗളം, താങ്കൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് വേർപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാണ് സമൂഹത്തോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ 70,000 മലക്കുകളാണ് പങ്കെടുത്തത്. 70,000 മലക്കുകളുടെ സാന്നിധ്യം ആ ജനാസയിലുണ്ടായിരുന്നു. ഇഹ്തസ്സ അർശുർ റഹ്മാൻ ലിമൗതി സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദിന്റെ മരണത്താൽ റഹ്മാന്റെ അർശ് വിറച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മകന്റെ മരണത്തിൽ 37 വയസ്സ് പ്രായമുള്ള സഅദ് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ മാതാവ് ഏറെ ദുഃഖിതയായിരുന്നു. ആ മാതാവ് ഇത് കേട്ടപ്പോൾ അങ്ങേയറ്റം സമാധാനിക്കുകയും തന്റെ മകന് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശാന്തി കൈവരിക്കുകയും ചെയ്യുകയുണ്ടായി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ ഖബർ കുഴിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഖബറടക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റിതര സഹാബികളും ആ സന്ദർഭത്തിലുണ്ട്. ഖബറടക്കപ്പെട്ട ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബർ ഏതൊരു മനുഷ്യനെയും ഞെരുക്കുന്നതാണ്. ഖബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനുണ്ടാകുന്ന ഖബറിൻ്റെതായ ഒരു ഞെരുക്കലുണ്ട്, ഒരു സ്വീകരണമുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടേണ്ടിയിരുന്നു
അദ്ദേഹവും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി. സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. 37-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിന്റെ ശേഷം ഷഹീദാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കുറച്ചു കാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ സത്യവിശ്വാസത്തിന്റെ പാതയിൽ, ധാർമ്മികതയുടെ മേഖലകളിൽ, ഇസ്ലാമിക പ്രചരണങ്ങളിൽ, സാമ്പത്തികമായും ശാരീരികമായും ബുദ്ധിപരമായുമുള്ള തന്റെ സേവനങ്ങളിൽ എക്കാലത്തേക്കുമുള്ള സമൂഹത്തിന് മാതൃകാപരമായ ധാരാളം സേവനങ്ങൾ അർപ്പിച്ചാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. യുവത്വകാലം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒട്ടേറെ യുവാക്കൾക്ക് മാതൃകാപരമായൊരു ജീവിതമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത്. ഇത് നാം പഠിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാന സംഗതികളാണ്. ബനൂ ഖുറൈള ഗോത്രം അദ്ദേഹവുമായി ഏറെ ബന്ധമുള്ളവരായിരുന്നുവെങ്കിലും ആ സത്യബന്ധമോ സൗഹൃദങ്ങളോ ഇസ്ലാമികമായ തീരുമാനം പറയുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രയാസമുണ്ടാക്കിയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്ന് അവരിലെ യോദ്ധാക്കളെ വധിക്കണമെന്നൊരു തീരുമാനം വരും എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. പക്ഷേ അവർ ചെയ്തിട്ടുള്ള വഞ്ചനയും അവരുടെ യുദ്ധപ്രഖ്യാപനവും ഇസ്ലാമിനെ ഉന്മൂലനാശം വരുത്തുവാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും വിലയിരുത്തിയാൽ ഈ ക്രൂര സമൂഹം ഇനി ലോകത്ത് ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല, അവരെ അവശേഷിപ്പിക്കാവതല്ല. ഇനിയും ഇതുപോലെയുള്ള നിർണായക സന്ദർഭങ്ങൾ വരുമ്പോൾ ഇസ്ലാമിനെതിരിൽ ശത്രുക്കളോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ ചതിയും അവർ ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് ഇത്തരം ഒരു വിധി പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ പ്രചോദനമായിട്ടുള്ളത്. സൂചിപ്പിച്ചത് അവസാന നിമിഷത്തിൽ പോലും ഇസ്ലാമിനെ തന്റെ കൺകുളിർമയായി സ്വീകരിക്കുകയും ആ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത മഹാനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം പോലെ വിശ്വാസികളായ ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും പഠനാർഹമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരുമ്പോൾ അതിൽ മുന്നിലിറങ്ങി ആ കാര്യങ്ങളെ അന്വേഷിക്കുവാൻ, പ്രവർത്തിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ സജീവ പ്രവർത്തന രംഗത്ത് നമ്മൾ കാണുന്ന വ്യക്തിയായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു യുദ്ധഭൂമിയിലുള്ള സജീവത മാത്രമല്ല, മറിച്ച് എല്ലാ പ്രവർത്തന മേഖലകളിലും അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു മാതൃക എന്ന നിലക്ക് സൂചിപ്പിച്ചതാണ്. ഇതുപോലെയുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമെന്ന സന്ദർഭങ്ങളിലെല്ലാം തന്റെയും കുടുംബത്തിന്റെയും പങ്ക് നിർവഹിക്കുന്നതിൽ അദ്ദേഹം മുന്നിലായിരുന്നു എന്ന് ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത്, സേവന മേഖലകളിൽ എല്ലാം തന്നെ സജീവമായ പങ്ക് വഹിച്ച മഹാനായ വ്യക്തിയായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം അർശിന്റെ ലോകത്ത് പോലും അതിന്റെ പ്രതികരണമുണ്ടായി, മലക്കുകളുടെ ലോകത്ത് പോലും അതിന്റെ പ്രതികരണമുണ്ടായി. മലക്കുകൾ ആ ജനാസയിൽ പങ്കെടുക്കുക പോലും ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു.